ബി.ജെ.പിയുടെ നേതാക്കൾ, അത് പ്രധാനമന്ത്രി മുതൽ മുഖ്യമന്ത്രി വരെ ഉൾപ്പെടെയുള്ളവർ വളരെ വിചിത്രമായ ആളുകളാണ് എന്ന് പറയാതെ വയ്യ. അവരുടെ വായിൽ നിന്ന് വരുന്ന വിഡ്ഢിത്തരങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ ഇതുപോലെയുള്ളവർക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് അത്ഭുതപ്പെട്ടു പോകും. അടുത്ത കാലത്തായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബി.ജെ.പി. മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത. വിഡ്ഢിത്തരങ്ങൾ പറയുന്നതിൽ മോദിയുമായി നേരിട്ട് മത്സരിക്കുന്ന ആളാണ് അവർ എന്ന് നിസ്സംശയം പറയാം. കഴിഞ്ഞ ദിവസം NDTVയുമായുള്ള ഒരു അഭിമുഖത്തിൽ അവർ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ കേട്ടാൽ വിവേകമുള്ളവരുടെ തല മരച്ചു പോകും. ഇക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് മുൻപൊരിക്കൽ ഇന്ത്യ ടുഡേയുടെ രാഹുൽ കൻവലുമായി ഇവർ നടത്തിയ ഒരു അഭിമുഖത്തിൽ AQI കുറിച്ച്, അതായത് എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ച് ഇവർ പറയുന്നത് കേൾക്കാം. ऐसा ना हो कि प्रेशर में आप ज्यादा जल्दी आप IQ जो हमारा AIQ है उसको हम AQI, IQ जो हमारा AIQ है उसको हम AQI. താങ്കൾ IQ, നമ്മുടെ AIQ. ഇത് പറയുമ്പോൾ IQ അല്ല, AIQ അല്ല, AQI ആണെന്ന് ഗോദി മീഡിയ ആങ്കർ കറക്റ്റ് ചെയ്തു കൊടുക്കുകയാണ്. ആട്ടും കാഷ്ടവും കൂർക്കക്കിഴങ്ങും തമ്മിൽ തിരിച്ചറിയത്തില്ലാത്ത രാജ്യതലസ്ഥാനത്തെ മുഖ്യമന്ത്രി. ആദ്യം അവർ പറയുന്നത് IQ, അതായത് അവർക്ക് ഇല്ലാത്ത സാധനം, ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് പറയുന്നത്. പിന്നീട് പറയുന്നത് AIQ, അങ്ങനെ ഒരു കാര്യമേ ഇല്ല എന്നുള്ളതാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് അഥവാ AQI എന്ന് പറയാനോ അത് എന്താണെന്ന് അവർക്ക് യാതൊരു പിടിയും ഇല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്. ഇനി ഇപ്പോഴത്തെ ഇന്റർവ്യൂവിൽ അവർ AQI കുറിച്ച് പറയുന്ന പമ്പര വിഡ്ഢിത്തം കേൾക്കാം. ഇവിടെ ഗോദി മീഡിയ ആങ്കർ പത്മജ ജോഷി എന്തുകൊണ്ടാണ് AQI അളക്കുന്ന മീറ്ററിൽ നിങ്ങൾ വെള്ളം സ്പ്രേ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന് അവർ പറയുന്ന മറുപടിയാണ് ഇത്. तो स्प्रे हॉटस्पॉट पे ही तो करेंगे आप, कोई मॉनिटर पे करके AQI डाउन होता है क्या? സ്പ്രേ ചെയ്യേണ്ടത് ഹോട്ട്സ്പോട്ടിലാണല്ലോ, അതായത് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് ആണല്ലോ എന്ന്. മോണിറ്ററിൽ വെള്ളം തെളിച്ചാൽ AQI കുറയുമോ? ഇനി പറയുന്നതാണ് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടത്. AQI एक ऐसा आपका टेम्परेचर है, आपको जो किसी भी इंस्ट्रूमेंट से पता चलता है, तो उसमें वाटरिंग इज द ओनली सॉल्यूशन, जो हम भी कर रहे हैं, जो पिछली सरकारें भी करती थी, और वो हॉटस्पॉट पे ही होता है. जहां सबसे ज्यादा पॉल्यूशन होगा वहीं तो आप सफाई करेंगे. मीटर पे तो नहीं मार रहे आप जाके पानी. ലോകോത്തര വിഡ്ഢിത്തം. AQI എന്ന് പറയുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ടെമ്പറേച്ചർ ആണ്, അല്ലെങ്കിൽ താപനിലയാണ്. അത് നിങ്ങൾക്ക് ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചും അളക്കാവുന്നതാണ്. ഇത് കേട്ടിട്ട് യാതൊരു പ്രതികരണവുമില്ലാതെ ഇരിക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ് പറയേണ്ടത്? അവരുടെ എല്ലാം കഴുത്തിൽ എന്തോ ബാഡ്ജ് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രത്യേകം ക്ഷണിതാക്കളാണ് അവർ എന്നാണ്. അങ്ങനെയുള്ള ആളുകൾ പോലും ഇതുപോലെയുള്ള തലമരച്ചു പോകുന്ന പമ്പര വിഡ്ഢിത്തം പറയുമ്പോൾ യാതൊരു ഭാവഭേദവും കൂടാതെ ഇത് കേട്ട് ഇരിക്കുക. ഇതിന്റെ അർത്ഥം മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ എല്ലാവരും യാതൊരു വികാരവും വിവേകവും പ്രതികരണശേഷിയുമില്ലാത്ത നപുംസകങ്ങൾ ആയി മാറിയിരിക്കുകയാണ് എന്നാണോ? തീർച്ചയായും അങ്ങനെ സംശയിക്കേണ്ടി വരും. ഏതാനും ആളുകൾ പിന്നിലിരിക്കുന്നവർ ചെറുതായി ചിരിക്കുന്നത് കാണാം. പിന്നീട് അവർ പറയുന്നത് പൊല്യൂഷനുള്ള ഏക സൊല്യൂഷൻ വെള്ളം തളിക്കുക മാത്രമാണ്. അത് ഞങ്ങളും മുൻ സർക്കാരുകളും ചെയ്തിരുന്ന കാര്യമാണ്. അത് ഹോട്ട്സ്പോട്ടിലാണ് സംഭവിക്കുന്നത്, ഏറ്റവും കൂടുതൽ പൊല്യൂഷനുള്ള ആ സ്ഥലത്ത്. मीटर पे तो नहीं मार रहे आप जाके पानी. AQI മെഷർ ചെയ്യുന്ന മീറ്ററിൽ നിങ്ങൾ നേരിട്ട് വെള്ളം തളിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ചിരിക്കുകയാണ്. ഇവിടെ ഇവർ പറഞ്ഞ വിഡ്ഢിത്തം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? AQI എന്ന് പറയുന്നത് നിങ്ങളുടെ താപനിലയാണ്, ടെമ്പറേച്ചർ ആണ് എന്ന്. അത് ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചും മെഷർ ചെയ്യാമെന്നും പറയുന്നത് മറ്റൊരു വിഡ്ഢിത്തം. ലോകത്തിലെ വേറെ ഏത് നേതാവിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും? AQI എന്ന് പറയുന്നത് നിങ്ങളുടെ ടെമ്പറേച്ചർ ആണ്, അത് എന്തുകൊണ്ടും മെഷർ ചെയ്യാൻ സാധിക്കുമെന്ന്. മന്ദഭക്തരായ ആളുകളോട് എൻ്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ അല്പമെങ്കിലും ലജ്ജ തോന്നുമോ? ഇത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ, ഇത്തരത്തിലുള്ള പമ്പര വിഡ്ഢികൾക്ക് വോട്ട് ചെയ്യുന്നതിൽ? അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ പരസ്യമായി ഇത്തരം ഭൂലോക വിഡ്ഢിത്തം വിളിച്ചു പറയുന്നതിൽ? അതിന്റെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ മന്ദഭക്തരിൽ 5% പേർക്ക് പോലും അറിയില്ല എന്താണ് AQI എന്ന്. ഇവർ പറയുന്നത് ശരിയാണ് എന്ന് തന്നെ അവർ വിശ്വസിക്കും. യഥാർത്ഥത്തിൽ AQI എന്ന് പറയുന്നത് എന്താണ് എന്ന് കാണാം.
നമ്മൾ ശ്വസിക്കുന്ന വായുവിലുള്ള വിഷവസ്തുക്കളുടെ അളവാണ് AQI മെഷർ ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായ എയർ പൊല്യൂട്ടർ PM2.5 ആണ്. വായുവിലുള്ള പ്രധാന മലിനീകരണ വസ്തുക്കളുടെ ലെവലാണ് ഇത് അളക്കുന്നത്. 1 ഗ്രൗണ്ട് ലെവലിലുള്ള ഓസോണിന്റെ അളവ്, 2 പാർട്ടിക്കുലേറ്റ് മാറ്റർ അതായത് PM2.5ഉം PM10ഉം. ഇത് വളരെ മൈന്യൂട്ടായ സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടിക്കിളാണ്. പുക, പൊടി, വാഹനങ്ങളുടെ എമിഷൻ, വ്യവസായങ്ങളുടെ എമിഷൻ എന്നിവയിൽ നിന്നുള്ളത്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത് വളരെ നേർത്ത ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിളായ PM2.5 ആണ്. മൂന്നാമതായി വായുവിലുള്ള കാർബൺ മോണോക്സൈഡ് ലെവൽ, 4 നൈട്രജൻ ഡയോക്സൈഡ് ലെവൽ, 5ാമത്തേത് സൾഫർ ഡയോക്സൈഡ് ലെവൽ. AQI 0 മുതൽ 500 വരെയുള്ള സ്കെയിലിലുള്ള 6 കാറ്റഗറികൾ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 0 മുതൽ 50 വരെ ഗ്രീൻ കാറ്റഗറിയാണ് വളരെ നല്ലത്. ഹെൽത്ത് റിസ്ക് വളരെ കുറവ്. 51 മുതൽ 100 വരെയുള്ളത് യെല്ലോ ഓറഞ്ച് കാറ്റഗറി, അതായത് മോഡറേറ്റ് റിസ്ക്. അല്പം സെൻസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് റിസ്ക്, അതായത് ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവർക്കും മറ്റ് സീരിയസ് ആയ രോഗങ്ങൾ ഉള്ളവർക്കും. 101 മുതൽ 150 വരെ ഓറഞ്ച് റെഡ് കാറ്റഗറി, അനാരോഗ്യപരമായത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും, പ്രത്യേകിച്ച് മുകളിലേക്ക് പോകും തോറും. 151 മുതൽ 200 വരെ റെഡ്, എല്ലാ ആളുകൾക്കും അനാരോഗ്യപരമായ. 201 മുതൽ 300 വരെ വളരെ അൺഹെൽത്തിയാണ്. 301 മുതൽ 500 വരെ അപകടകരമായ നിലയാണ്. ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഏതാണ്ട് എല്ലായ്പ്പോഴും 300-ന് മുകളിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലോകത്തെ ഏറ്റവും മാലിന്യമായ എയർ ഉള്ള സിറ്റിയായി മാറിയിരിക്കുകയാണ് ഡൽഹി. ലോകത്തെ ഏറ്റവും കൂടുതൽ എയർ പൊല്യൂഷൻ ഉള്ള 100 സിറ്റികളിൽ 75ഉം ഇന്ത്യയിലാണ് എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ്. പിന്നെ ഇവരോട് ഈ ആങ്കർ യമുനയിൽ മോദിക്ക് പൂജ നടത്തുന്നതിനു വേണ്ടി ബിസ്ലേരി ഹഡ് ഉണ്ടാക്കിയതിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അത് യമുനയിൽ തന്നെ പ്രത്യേക ഒരു ഹട്ട് ഉണ്ടാക്കിയതാണ്, അതിലെ വെള്ളം യമുനയിലെ തന്നെ വെള്ളം മണ്ണിലൂടെ ഊർന്നിറങ്ങി വന്നു നിറഞ്ഞതാണ് എന്നാണ്. എന്നാൽ രാജ്യാന്തര മാധ്യമമായ BBC ഉൾപ്പെടെയുള്ളവർ വ്യക്തമായി കാണിച്ചു തന്നിരുന്നു പ്രത്യേകം വലിയ പൈപ്പിലൂടെ ശുദ്ധമായ വെള്ളം പമ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഇത് എന്ന്. ഇത് വ്യക്തമായി ആളുകൾ കണ്ടിട്ടും ഇവിടെ വെച്ച് പച്ചയ്ക്ക് നുണ പറയാൻ അവർക്ക് യാതൊരു മടിയുമില്ല. ഇനി നുണ പറയുന്നത് പോട്ടെ, ആളുകളുടെ മുന്നിൽ പരസ്യമായി വിഡ്ഢിത്തം വിളിച്ചു പറയാനുള്ള ആ മടിയില്ലായ്മ ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇവർക്ക് ഇത് വിഡ്ഢിത്തമാണ് എന്ന് അറിയില്ല. അവരുടെ ധാരണ അവർ പറയുന്നത് ശരിയാണെന്നായിരിക്കാം എന്നാണ്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് അവരുടെ ധാരണയിൽ അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ അളക്കുന്ന എന്തോ സംഭവമാണെന്ന് ആയിരിക്കും അവർ വിചാരിക്കുന്നത്. അത് മാത്രവുമല്ല, ഏത് ഇൻസ്ട്രുമെന്റ് വെച്ചും അളക്കാവുന്നതാണ് എന്നുകൂടി പറഞ്ഞത് ഓർക്കുമ്പോൾ സത്യത്തിൽ തല മരച്ചു പോവുകയാണ്. ഇത്രയും വിഡ്ഢികളായ ആളുകളെ തെരഞ്ഞെടുത്ത ജനങ്ങളെ സമ്മതിച്ചേ മതിയാവൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?